കുടുംബത്തിലേക്ക് ഒരു പിന്തുണ എങ്ങനെയാണ് സർ? പരിപൂർണ്ണ പിന്തുണയാണ്. ഈ ബിസിനസ്സൊക്കെ കളഞ്ഞ് ഈ മേഖലയിൽ ഒന്നുമില്ല, ഒരു പ്രയാസം. ഞാൻ വിവാഹം ചെയ്തത് രാജാരവിവർമ്മയുടെ കൊച്ചുമോളെയാണ്. അയാളൊരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. പിന്നെ ഇന്ന് വരെ എന്താണെന്ന് അവർ ചോദിച്ചിട്ടില്ല. ഈ ഉന്നത വിദ്യാഭ്യാസ പഠന രംഗത്തും കോളേജുകളൊക്കെ താങ്കൾ ഞങ്ങളുടെ അവിടെ ഒരു അതിനകത്ത് കേട്ടിട്ടുള്ളത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജ് ആണെങ്കിൽ പോലും അത് മാനേജ്മെന്റ് സീറ്റുകൾ വേണ്ട എന്ന് രാജ്യത്ത് തന്നെ ആദ്യമായി പറഞ്ഞ. അതെ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസായി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ്, അത് ഞങ്ങളുടെ അജണ്ടയിൽ അതാണ് പറഞ്ഞത്. പല കാര്യങ്ങളും ഈ വഴി ഇങ്ങനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമുക്കറിയില്ല. സത്യം ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ അദ്ദേഹം, ഞാനെപ്പോഴും പറയുമ്പോൾ അതേ കുട്ടി, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, 46 വർഷമായി വോട്ട് ചെയ്തിട്ട്, എങ്കിലും ഞാൻ കണ്ട ഒരു വലിയ മഹാൻ അദ്ദേഹം. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തോട് ഇത്ര? രാഷ്ട്രീയത്തോടല്ല, ഞാൻ നല്ല, എൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. ഞാൻ ചെറുപ്പത്തിൽ നല്ല കേസുകാരനായിരുന്നു, നല്ല. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒരു വിദ്യാർത്ഥി സംഘടനയിലൊക്കെ ഉണ്ടായിരുന്നു, വളരെ സജീവമായിരുന്നു. വലിയ ഓരോ ഭാരവാഹിത്വമൊക്കെ ഉണ്ട്, ഭാരവാഹിത്വം യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. സമരരംഗത്തും പ്രകടന രംഗത്തും ഉണ്ടായിരുന്നു. വിപ്ലവാത്മകമായിരുന്നു, ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നല്ല ഭാരവാഹിത്വം ഉണ്ടായിരുന്നു. സംസ്ഥാനതലത്തിൽ ജില്ലാ തലത്തിൽ അന്നൊക്കെ ആ കാലത്തൊക്കെ അത്രയും പൊട്ടൻഷ്യലാണല്ലോ പ്രസ്ഥാനം. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് എനിക്ക് വോട്ടവകാശം കിട്ടി ഒരു തവണ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ. അതൊരു എന്ന് വെച്ചാൽ നമ്മളൊരു യാഥാർത്ഥ്യത്തിലോട്ടുള്ളൊരു സഞ്ചാരമുണ്ട് എപ്പോഴും. യാഥാർത്ഥ്യമായിരിക്കണമല്ലോ, അല്ലാണ്ട് നമ്മൾ വല്ലവരെയും കാണിക്കാൻ വേണ്ടി യാഥാർത്ഥ്യം നമുക്ക് പറ്റൂല. എന്തോ മനസാക്ഷിക്കൊരു സുഖമായിട്ട് തോന്നി.